നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ആലു ഗോബി, പൊട്ടറ്റോ ആൻഡ് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു സബ്ജി. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ താലിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഈ സബ്ജി കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ഈ സബ്ജിയുടെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ പൂരിയുടെ കൂടെയാണെങ്കിലും കഴിക്കാം, അതല്ലെങ്കിൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഗ്രിൽഡ് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള ആലു ഗോബി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആലു ഗോബി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഗോബി എടുത്തിട്ടുണ്ട്, അതായത് കോളിഫ്ലവർ. ഓക്കെ, അപ്പോൾ കോളിഫ്ലവർ നമുക്ക് ഒരു ചെറിയ കോളിഫ്ലവർ ആണെങ്കിൽ ചെറുതെടുക്കാം, അല്ലെങ്കിൽ വലുതിൻ്റെ ഒരു പകുതി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പാതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ അത് ചെറിയ ഫ്ലോററ്റ്സ് ആക്കിയിട്ട് മാറ്റണം. അതിനുശേഷം നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പൂവിൻ്റെ ഇതളും എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ആ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വല്ല പുഴുവോ അതുപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളത്തിലോട്ട് ഇടാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ മാത്രമല്ല ചൂടുവെള്ളത്തിൽ ഇടുന്ന കാരണം ചെറുതായിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അധികം സമയം നമുക്ക് അടപ്പത്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ എടുക്കാം. അപ്പോൾ ഓരോരോ പൂവായിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പൂവ് എടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. പക്ഷേ ഒരുപാട് വലുതാക്കാതിരിക്കണം ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഒരുപാട് വലുതാക്കി കഴിഞ്ഞ് ഉള്ളിലോട്ട് ഉപ്പും മുളകൊന്നും പിടിക്കില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ എല്ലാതും ഇതിൽ നിന്ന് വിടർത്തിയിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങ് പോന്നോളും. പിന്നെ ഈ കട്ടിയുള്ള ഭാഗം ഞാൻ എടുക്കാറില്ല കേട്ടോ. പിന്നെ ഈ അറ്റത്തോട്ട് വരുമ്പോൾ അതിൻ്റെ ഇത് കുഞ്ഞായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടും കൂടി ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തനിയും ചെയ്യാം, അതായത് കോളിഫ്ലവർ മാത്രമായിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ പൊട്ടറ്റോ കൂടെ ചെയ്യാം. പൊട്ടറ്റോ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയോ കോമ്പിനേഷനാണ് ഇഷ്ടം കോളിഫ്ലവറിൻ്റെ കൂടെ അതെല്ലാം ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആലു എടുക്കുന്നതെന്ന് മാത്രം, അതായത് പൊട്ടറ്റോ എടുക്കുന്നതെന്ന് മാത്രം നല്ല വൃത്തിയുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അതിൻ്റെ മേലത്തെ ഭാഗം മാത്രം അങ്ങ് മുറിച്ച് കളയാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഞാനിത് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ആണ്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. വെള്ളത്തിലിടുന്നത് എന്തിനാ? കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ആലു ഗോബി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി നമുക്ക് അടപ്പത്ത് വെക്കാം. അടപ്പ് ഓൺ ചെയ്യുക, മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. ഇപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സബ്ജിയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സബ്ജിയിൽ സാധാരണ രീതിയിൽ അവർ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന സംഭവം, നമ്മൾ മലയാളികൾ കടുക് പൊട്ടിക്കുന്നതിന് പരമായിട്ട് അവർ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ആണ് ഒന്ന് പൊട്ടിക്കുക. പക്ഷേ എനിക്ക് ആ ക്യുമിൻ സീഡ്സ് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതിന് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്യുമിൻ സീഡ്സ് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് എപ്പോഴും വെക്കേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സവാള കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരു സവാള എടുത്താലും മതിയാകും. അത് വളരെ നൈസായിട്ട് അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ 2 സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. പിന്നെ എല്ലാത്തിലേക്കും സവാള ചേരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സവാള ഇട്ടിരുന്നത്, അപ്പോൾ എനിക്ക് സവാള എന്താ കുറവ് പോലെ തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 4 പച്ചമുളകാണ്. എരിവിന് നമ്മൾ പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു 4 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. പിന്നെ ഒരു അല്പം ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നിർബന്ധമൊന്നുമില്ല.
പിന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. ചിലർക്ക് പൊട്ടറ്റോ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പിടാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് അത്ര എളുപ്പം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ്. നമ്മുടെ ഏത് നോർത്ത് ഇന്ത്യൻ താലി ഓർഡർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഡിഷായിരിക്കും. മിക്ക ഹോട്ടലിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് ആലു ഗോബി, അല്ലെങ്കിൽ ഗോബി മട്ടർ, ആലു മട്ടർ എന്നൊക്കെ പറഞ്ഞ പല കോമ്പിനേഷൻസിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം സെയിം തന്നെ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകം നിങ്ങൾ ആദ്യം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കുകയും ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഈ മഞ്ഞൾപ്പൊടിയുടെയും ജീരകത്തിൻ്റെയും ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അപ്പോൾ മാറിക്കോളും. ചിലവർ പറയാറുണ്ട് എങ്ങനെയാണ് ചേച്ചി മനസ്സിലാവണില്ല ഈ റോ ടേസ്റ്റ് എങ്ങനെയാണ് മാറുന്നതെന്ന്. അപ്പോൾ ഒന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നിങ്ങൾ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പച്ചമണ്ണ് ഉണ്ടെങ്കിൽ മാറിക്കോളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ. എന്തിനാണെന്നറിയാം, നമ്മളിനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഉപ്പിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ എരിവുണ്ട്. ഉപ്പൊരു അല്പം കൂടെ വേണം. അത് വിചാരിച്ചിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ കുറച്ചൊരു 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ കുറച്ച് മതി കേട്ടോ, ഒരു പൊട്ടറ്റോ മതിയാവും. ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ വേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ സമയത്ത് കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അതങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊട്ടറ്റോ ഒരു ഏകദേശം ഒന്ന് കുക്കായി വരുന്നു എന്ന് കാണുമ്പോൾ സമയത്ത് നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ആവിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. അവസാനം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഒരിക്കലും പച്ചവെള്ളം നിങ്ങളിതിൽ ഒഴിക്കരുത്. അപ്പോൾ നമ്മളെ കറിക്ക് പച്ചച്ചുവ തോന്നും, ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ മുന്നോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുക, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ തുറന്ന് നോക്കുക, എന്നിട്ട് ഒരു പീസ് നോക്കുക കുക്കായിട്ടുണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക. ഒന്നും കൂടെ ആവാനുണ്ട്. എന്നിട്ട് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എരിവൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആണ്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് എന്താ കുറവാണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കണം, ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായി കുക്കായിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പ്രസ്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മതി. പൊട്ടറ്റോ നന്നായിട്ടുണ്ട്, കോളിഫ്ലവർ നന്നായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില തൂക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കസൂരി മേത്തിയുടെ, അതായത് ഉലുവയില ഉണക്കിയതിൻ്റെ സ്മെൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഉലുവയില ഇട്ട് കൊടുക്കാം, കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ മല്ലിയുടെ ഇല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തനിയൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒഴിക്കുന്നില്ല. ഞാൻ തനിയെ എനിക്കൊരു ബൗളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. അതായത് കഴിക്കുന്ന സമയത്താണ് ഞാൻ എപ്പോഴും ഒഴിക്കാറ്, അല്ലാതെ നമ്മൾ ഒഴിക്കാറില്ല. കണ്ടില്ലേ, ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സബ്ജിയാണിത്. ഇതോടെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അവസാനമായിട്ട് മല്ലിയില കുറച്ചങ്ങ് തൂക്കി കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഒരു ഈസി ആയിട്ടുള്ളൊരു സബ്ജി. ഇത് ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കാരണം കോളിഫ്ലവർ ഓൾറെഡി പകുതി കുക്ക്ഡ് ആണ്. പിന്നെ ഇതിലേക്ക് കിടന്നിട്ട് കുക്ക് ചെയ്യാനുള്ള സമയം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതല്ലാതെ ഇതിൻ്റെ പുറകെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അറ്റ് എ ടൈം പല ജോലികളും ഈ കറി വയ്ക്കുമ്പോൾ ചെയ്യാവുന്ന ചുരുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ, നല്ലതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊന്നും അറിയുന്ന പോലും ഇല്ല. ചെറിയതായിട്ടുള്ള ആ ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ അതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്.
തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വേറൊരു ടേസ്റ്റിലോട്ട് മാറും. ആവിയിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആലു ഗോബി. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തവളക്ക് എന്തോ ഒരു പ്രശ്നം. തലകുത്തി പറഞ്ഞിട്ടാണ് അതെന്താ ശരിയാണല്ലോ ചേട്ടാ. ആ അങ്ങനെ ഓക്കെ. കുക്കിംഗ് ചാനലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതായി. ഇത് വേണ്ട എന്റർടൈൻമെന്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ്. ആത്തുവിന്റെ തവള ചാടിച്ചേരും. ആത്തുവിന്റെ തവള എന്തായി? അയ്യ ആത്തുവിന്റെ തവള ചാടില്ല. പഠിക്കുന്ന എന്ത് കുറെ നേരായി. അയ്യോ അതന്നെ അതന്നെ.